ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പന്തളം ഇടപ്പൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പന്തളം കഴിഞ്ഞിട്ടാണ് നമ്മളെ മാവേലിക്കര പോകുന്ന റൂട്ടിൽ. ഇവിടെ കുറേ നിഷ്കളങ്കരായ അമ്മച്ചിമാരുണ്ട്. ഒരു ശാന്തി തീരമാണ്. ഇത് നോക്കിയേ. ഇപ്പോ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഒരു ചെറിയൊരു വേഷം ഒരു കൊച്ചു സിനിമയില് അഭിനയിക്കാൻ പറ്റി. അപ്പോ അതിന് അവരൊരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ ക്രൂ മെമ്പേഴ്സിനെ വിളിക്കുകയും അതുപോലെ തന്നെ അവരെ കൂടെ ഇരുന്ന് നമുക്ക് ആ സിനിമ കാണാനുള്ള അവസരവും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫങ്ഷൻസ് എല്ലാം ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സംഭവങ്ങളോട് കാണാൻ പോവാം. ഓക്കെ, ഈ ഏരിയ കണ്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടേക്ക് വരാം. ഓക്കെ, നന്മ ഫൗണ്ടേഷന്റെ ശാന്തിതീരത്തിന്റെ ഈ ഊഷ്മളമായ വേദിയിലേക്ക്, ആദരിക്കപ്പെടുന്ന ഈ വേദിയിലേക്ക് സ്വാഗതം. ജീവിതം സാമൂഹിക നന്മയ്ക്കായി ആത്മാർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട AK കടമ്പാട്ട്, BP ഷീജർ, അവരുടെ 2 മക്കൾ, അതോടൊപ്പം അവരെ സ്നേഹിക്കുന്ന ഒട്ടേറെ സുമനസ്സുകൾ, നന്മ നിറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ എല്ലാ തരത്തിലുള്ള സ്നേഹ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് സുദീർഘമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹതീരം, ശാന്തിതീരം. ഈ ശാന്തിതീരത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഒന്നുമില്ലായ്മയിൽ നിന്ന് മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരു കലാകാരൻ. അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത് കഥാ സംഭാഷണ സംവിധാനം എല്ലാം നിർവഹിച്ച് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ മൈക്രോ ഫിനാൻസ് എന്ന ഒരു സിനിമ, ആ സിനിമ സംവിധാനം ചെയ്ത പ്രവർത്തകനെയും അതോടൊപ്പം ആ സിനിമയുടെ എല്ലാ പ്രവർത്തകരെയും ആദരിക്കുന്ന ഒരു നന്മ നിറഞ്ഞ ചടങ്ങാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട AK കടമ്പാട്ടാണ്. ആദരപൂർവ്വം അധ്യക്ഷ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നന്മ നിറഞ്ഞ മനസ്സുള്ള എല്ലാവർക്കും നന്മയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സത്യത്തില് ഈ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പേരാണ് കൊടുത്തേക്കുന്നത്, മൈക്രോ ഫൈനാൻസ്. കാരണം മൈക്രോ ഫൈനാൻസിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സമയമല്ലേ. കാരണം എവിടുന്ന് പൈസ കിട്ടും, എവിടുന്ന് ലോൺ എടുക്കാം. നല്ലൊരു പേര്, ആപ്റ്റായിട്ട് ഞാൻ ആ പേര് കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, കാരണം ഊണൊക്കെ കഴിഞ്ഞ് ഒരാലസ്യത്തിലിരിക്കുക. എല്ലാവരും ഒന്ന് ഉണരുന്നത്, നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകല്ലേ, ആ ആലസ്യത്തിൽ നിന്നൊക്കെ ഒന്ന് മാറും. സുരേഷ്, ബഹുമാനപ്പെട്ട ഇതിന്റെ ഡയറക്ടർ സുരേഷ്, തിരക്കഥ, സംവിധാനം, സംഭാഷണം എല്ലാം അദ്ദേഹത്തിൻ്റെതാണെന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നടി നടന്മാര്, ക്യാമറ, ഇവരെ എല്ലാവരുടെയും ആ ഒരു ഉദ്യമത്തിനെ ഞാൻ പ്രശംസിക്കുകയാണ്. ഇവർക്കിപ്പോൾ കിട്ടുന്നത് ശാന്തിതീരത്തിന്റെ ആദരിക്കലാണ്. ഇവർക്ക് കേരള സർക്കാരിന്റെ ആദരവ് കിട്ടട്ടെ, ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ്, അതായത് കേന്ദ്ര സംസ്ഥാന അവാർഡ് കിട്ടട്ടെ, അങ്ങ് ഓസ്കാർ വരെ പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ നമുക്ക് അനുഗ്രഹിക്കാം. അതാണ് നമ്മുടെ കടമ. എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇവിടെ വന്നു ചേർന്നവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. ശാന്തിതീരത്തിലെ എല്ലാ നന്മ നിറഞ്ഞ
സംഘാടകർക്കും അമ്മമാർക്കും ഒക്കെ വിനീതമായ നമസ്കാരം. എൻ്റെ കഥയിൽ, അതായത് എൻ്റെ ജീവിത കഥയിൽ നിന്നുകൂടെ ഞാൻ എഴുതി ചേർത്ത മൈക്രോ ഫിനാൻസ് എന്ന ഒരു ഷോർട്ട് ഫിലിം, അത് സിനിമയിലേക്ക് വളർന്നത് ദൈവത്തിന്റെ ഒരു തീരുമാനം കൂടിയായിട്ടാണ്. കാരണം നമ്മൾ ഷോർട്ട് ഫിലിമായിട്ടാണ് എനിക്ക് ഒരു ചാനലുണ്ട്, ദീപർ ശ്രീദാസ്, എനിക്ക് മാത്രമല്ല നമ്മൾ 4 പേരും ചേർന്ന് ഒരു ചാനൽ. ആ ചാനലിലേക്ക് സാധാരണഗതിയിൽ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തു, അത് സിനിമയാവുകയായിരുന്നു. അത് ഇപ്പോൾ മനസ്സിലാകുന്നു ദൈവത്തിന്റെ വല്ലാത്തൊരു ഇടപെടൽ ആ കഥയിലും സിനിമയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. കാരണം നമ്മൾ എത്തി നിൽക്കുന്നത് ശാന്തിദേവത്തെ ഈ അമ്മമാരുടെ മുമ്പിലാണ്. നമ്മള് നേരത്തെ തന്നെ ഇതില് നായകൻ ജാഫർ ജഗ, അല്ലാതെ എന്റെ മകൻ ഷിബിൻ എസ്താബു, അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അവര് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഏതെങ്കിലും ഇത് ശാന്തിദിനമല്ല, അമ്മമാർ ഇങ്ങനെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ വസിക്കുന്ന ഇങ്ങനെയൊരു ശാന്തിദിനത്തിലേക്ക് എന്ന് തന്നെ പറയാം, നമുക്ക് എത്തിച്ചേരണം, നമുക്ക് അവിടെ ഒരു സത്യ നടത്തണം. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് അത്രയും വലിയ തുകയൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. അങ്ങനെ നമ്മൾ ആ ചിന്ത ഉപേക്ഷിക്കപ്പെട്ടതാണ് ആദ്യ വഴി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഒരു നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കണ്ടതുപോലെയാണ് ഇന്ന് നമ്മുടെ ആ ഒരു കൂട്ടം, നമ്മുടെ കൂട്ടായ്മ ഇന്ന് ശാന്തിദേവത്ത് ഈ അമ്മമാരുടെ മുന്നിലെത്തുകയും അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുകയും നിറഞ്ഞ മനസ്സോടെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ എന്താണ് ഒരു വിജയത്തിന്റെ ഒരു അനുഭവത്തോടുകൂടി തന്നെ നിൽക്കാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം. ഒരുപാടൊന്നും ഞാൻ വീട്ടിൽ പോകുന്നില്ല, 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ അമ്മമാരോടൊക്കെ എനിക്ക് എന്തോ പറയാനാ. എന്നെ പോലെയുള്ളവരല്ല, ഒരുപാട് ജീവിതമൊക്കെ കണ്ട് തളർന്നും അല്ലെങ്കിൽ സ്നേഹിച്ചും ഒക്കെയാണ് അവര് ഇവിടെ എത്തിയത്. ആ ഒരുപാട് ജീവിത അനുഭവം ഉള്ളവരോട് ഇനി ഞാനായിട്ടെന്ന് പറയാം. ഒരുപാട് സന്തോഷം ഇങ്ങനെ വേദിയിൽ നിൽക്കാൻ കഴിയുന്നതും എന്റെ സിനിമ ഇവിടെ പ്രദർശനത്തിന് എത്തിയതും. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ വേദിയിൽ നിന്നും നമുക്ക് ഓരോ വേദിയിൽ നിൽക്കുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികളെ കുറിച്ച് പറയാം, അനുഭവങ്ങൾ വരാം. ഇനി ചെയ്തുകൂടാത്ത കഥകൾ നമുക്ക് ഉപദേശങ്ങളും പറയാം. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്ന അമ്മമാരോടൊന്ന് പറയാം. പക്ഷെ ഒരു വിജയത്തിന്റെ നിറവിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടുമായി അപ്പൊ പ്രായഭേദമന്യേ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. ഒരു സൗഹൃദത്തിന്റെ അക്ഷരങ്ങൾ വെറും പേപ്പറിൽ എഴുതി കൂട്ടി വെറുതെ അവിടെ ഇവിടെയും കളഞ്ഞിരുന്ന ഞാൻ എന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ നല്ല ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് മൈക്രോ ഫിനാൻസ് എന്ന തിരക്കഥയും സംവിധായകങ്ങളായി ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ഇതൊരു ഉപദേശമല്ല, പക്ഷെ എന്റെ അനുഭവമാണ്. സൗഹൃദങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഇനി ഒരുപാട് പക്വതയില്ലാത്ത കുട്ടികളുണ്ടായാലും പക്വതയിലേക്ക് വരുന്ന കുട്ടികൾ ഈ ഉണ്ടെങ്കിലും അവരോട് ഒരു ഉപദേശം മാത്രമേ പറയാൻ, സൗഹൃദങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക. അത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറഞ്ഞു നിർത്താനുള്ളത്. അഭയകേന്ദ്രത്തിൽ അമ്മമാരോടൊപ്പം നടത്തുവാൻ ഒരു മനസ്സ് കാണിച്ച അവരോട് ആദ്യം ഞാൻ നന്ദി രേഖപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ അമ്മമാരൊന്നും പുറത്ത് നിന്ന് ഒരു സിനിമ കാണുന്നതിനോ നാടകം കാണുന്നതിനോ അവരുടെ സന്തോഷത്തിന് ഒരു അവസരമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് വളരെയേറെ ഒരു നല്ല ഒരു പ്രവൃത്തിയാണ് അവർക്ക് മനസ്സിൽ തോന്നിയത്. അതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. മൈക്രോ ഫിനാൻസ് എന്ന ചിത്രത്തെ പൂർണ്ണമാക്കിയ അതിന്റെ സംവിധായകൻ പ്രിയപ്പെട്ട സുരേഷ് ശ്രീകോടിനെ
ഈ വേദിയിൽ ആദരിക്കുന്നു. റോയ് ഇടമറ്റ സാറാണ് ഇതിന്റെ പൊന്നാട ചാർത്തി ആദരിക്കുന്നത്. താങ്ക് യു സാർ. അടുത്തതായി സുരേഷ് സാറാണ് റോയിയെ പൊന്നാട അണിയിക്കുന്നത്. സുരേഷ് കുമാർ സാറ് പുഷ്പനദി ആദരിക്കുന്നു. റോയി കർമ്മ സാറാണ് പൊന്നാട ചാർത്തി ആദരിക്കുന്നത്. റോയി കർമ്മ സാറാണ് സജീഷിന് പുരസ്കാരം നൽകുന്നത്. സുരേഷ് സാർ റോയിയെ പൊന്നാട നൽകി ആദരിക്കുന്നു. ഈ സിനിമയെ പൂർണ്ണമാക്കിയ ഷിബിൻ എസ് ബാബു ഈ ചിത്രത്തിൽ റോയി സാർ ഈ ചിത്രത്തിന്റെ വിജയക്ക് പൊന്നാട നൽകി ആദരിക്കുന്നു. റോയി കർമ്മ പൊന്നാട ചേർക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാർ. ഓൾറൗണ്ടറാണ്. എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഇതിന് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാർ ഇപ്പോൾ പുരസ്കാരം നൽകി ആദരിക്കുന്നു. റോയി കർമ്മ സാർ അദ്ദേഹത്തെ പൊന്നാട ചേർത്ത് ആദരിക്കുന്നു. സ്ഥാപനത്തിന്റെ മേധാവി വിജയ മേഡം പുരസ്കാരം നൽകുന്നു. പൊന്നാട ചാർത്തി വിജയ മേഡം രാജ്യെ സ്വീകരിക്കുന്നു. അതുപോലെ ഷിബു റഫി റോയി കർമ്മ സാർ പൊന്നാട ചാർത്തി ആദരിക്കുന്നു. ഈ സിനിമയിൽ നമ്മുടെ വിജയമാട് പൊന്നാട ചാർത്തി ആദരിക്കുന്നു. കടപ്പാട് സാർ തന്നെയാണ് പൊന്നാട. പ്രിയപ്പെട്ട പ്രസാദ് സാർ വേദിയിലേക്ക് എത്തണം. പ്രസാദ് സാറാണ് നമ്മുടെ ജൗഫൂർ ജലാലിനെ പുരസ്കാരം നൽകി. ഒപ്പം ബിജു സാറാണ് ജൗഫൂർ ജലാലിനെ പൊന്നാട ചാർത്തി ആദരിക്കുന്നത്. ബിജു സാർ. നമ്മുടെ ആര്യ ബി കടമ്പാട്ടാണ് നമ്മുടെ അനഘ കടമ്പാട്ട് ഈ മോക്ക് പൊന്നാട ചാർത്തുന്നതായിരിക്കും. അനഘ കടമ്പാട്ട്. ഇത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതാണ്. എന്നും നമ്മുടെ പത്രത്തിൽ ഒരു വാർത്തയെങ്കിലും ഉണ്ടാവും ആത്മഹത്യ. ഇപ്പോൾ നടക്കുന്ന ആത്മഹത്യകൾ കൂടുതലും മൈക്രോ ഫൈനാൻസുകാരുടെ ആ വീട്ടിൽ വന്ന് അവരുടെ ആ അഭിനയിച്ച ആള് അണ്ട് ആ ചേട്ടൻ പിന്നെ ആ നീതൻ അല്ലേ ഒരു ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചു. ആ അഭിനയിച്ചതല്ല, അത് ഒറിജിനലായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതുപോലെ ഒരാൾ വന്ന് വീടുകളിൽ ചെന്ന് സ്ത്രീകളോടാണ് കൂടുതലും പിന്നെ സ്ത്രീകൾ ഒത്തൊരുമിക്കുന്ന മൈക്രോ ഫൈനാൻസിൽ ജോലി. ഞാൻ ഒരു 3 വർഷം ഒരു മൈക്രോ ഫൈനാൻസിൽ ജോലി ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. മൈക്രോ ഫൈനാൻസിൽ ഇതുപോലെ ഫീൽഡിൽ ചെന്ന് അദ്ദേഹം ചെയ്ത
ആ ജോലി ഞാൻ ചെയ്ത ആളാണ്. ഇതുപോലെ എൻ്റെ അമ്മമാരെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരെ പോലെ തോന്നുന്ന അവരോട് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ പെരുമാറിയിട്ടുണ്ട്. അതിനുശേഷം ആ ബ്രാഞ്ച് മാനേജറായിട്ട് വരെ വരുന്ന രീതിയിലേക്ക് ഞാൻ ടെസ്റ്റ് എഴുതി ആ മേഖലയിലേക്ക് വന്നിട്ട്, പക്ഷെ അതിൽ പലരുടെയും ശാപവും ഇതുപോലെയുള്ള കുറേ അവസ്ഥകൾ എനിക്ക് കാണേണ്ടി വന്നതുകൊണ്ടാണ് ഞാനത് രാജിവെച്ച് ഞാൻ പുറത്തിറങ്ങി മറ്റ് ഫീൽഡുകളിലേക്ക് കടന്നു പോയത്. ഇന്ന് സ്ഥിരമായൊരു ജോലിയുള്ള ആളല്ല ഞാനിപ്പോൾ ഒരു ചെറിയ ഗാനമേള പരിപാടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇവിടെ ശാന്തി തീരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവിടുന്ന് എനിക്ക് വരുന്ന ചില ചെറിയ ചെറിയ വർക്കുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊരു വേതനം എനിക്ക് സാർ തരുന്നുണ്ട്. അതിലേക്ക് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. ഇതിൽ ഞാൻ തൃപ്തനാണ്, ഞാൻ സന്തോഷവാനാണ്. പക്ഷെ അതുപോലൊരു ജോലി എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ജോലി ആയതുകൊണ്ട് ഞാനിത് രാജിവെച്ച ഒരാളാണ്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു നടപടിയാണ്. ആ ഒരു അത്രമാത്രം ദോഷകരമായ ഒരു അവസ്ഥയാണ്. കടം പേടിച്ച് കടം തീർക്കുകയാണ്. അതിനെ കടം കൊടുക്കുകയാണ്. മൈക്രോ ഫൈനാൻസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കടം കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ കണ്ടില്ലേ, അതുപോലെ സന്തോഷത്തോടു കൂടി ഈ മൈക്രോ ഫൈനാൻസിന്റെ അടുത്ത ലോൺ കിട്ടുമ്പോൾ എനിക്ക് ആ വായ്പക്കാരന്റെ കടം തീർക്കാം. ഗുണ്ടകളൊക്കെ കണ്ടു സ്വന്തം കൂട്ടുകാരൻ പോലും സ്വന്തം കൂട്ടുകാരന്റെ വീട്ടിൽ ഇതുപോലെ കടക്കാരനാണെന്ന് മനസ്സിലാക്കി സ്വന്തം ഭാര്യയെ കൊല്ലാം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന ഭാര്യയെ മോഹിക്കുന്ന ഒരു കഥയിലൂടെയാണ് ഈ പശ്ചാത്തലത്തിൽ. കഥയല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവമാണ്. ആ അത്രയും മോശമായ കാര്യത്തിന് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. വളരെ വേദന തോന്നി. അതുമാത്രമാണ് ഈ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പക്ഷേ അതിനെ എത്രയും വ്യക്തമായിട്ടുള്ള രീതിയിൽ സത്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എത്രയും ദുഷ്ടകളെ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുവാൻ കൃത്യമായി നമ്മൾ ജീവിച്ചതുപോലായി നമ്മുടെ അടുത്തുള്ള ആരോ അനുഭവിക്കുന്നത് നമുക്ക് തോന്നി. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ അഭിനയം അതുപോലെയായിരുന്നു. ഇദ്ദേഹമാണ് കൂട്ടുകാരനായിട്ട് അഭിനയിച്ചത്. ഇദ്ദേഹം പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ അമ്മച്ചിമാരുടെ അടുത്ത് ഇടിക്കാതെ നോക്കണം. കാരണം നീ അങ്ങനെ ചെയ്തില്ലടാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേഷ്യം കൊണ്ടിരിക്കുമായിരിക്കും. അത് അങ്ങനെയുള്ള ഒരു കഥയാണ്. ഇപ്പോൾ ഇവരുടെ ഒരു തുടക്കമായ സംരംഭമാണ്. ഇപ്പം എനിക്ക് ഈ പന്തളം വരെ വരുന്നതിന് 1.5-2 മണിക്കൂർ യാത്ര ചെയ്യണം. പക്ഷെ എനിക്ക് ഇവരെയൊക്കെ കാണുന്നതിന് 5 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. എൻ്റെ നാട്ടുകാരാണ്, അതിൽ ഏറ്റവും എനിക്ക് അഭിമാനം ഉള്ളതാണ്. ഇവരുടെ ഒരു തുടക്കമായ സംരംഭമാണ്. നമ്മുടെ ഈ ശാന്തി തീരത്ത് ഈ ഹാളിനുള്ളിലുള്ള ഈ സ്ക്രീനിലല്ല ഇവരുടെ പ്രദർശനം. ലോകം മുഴുവൻ ഇവരെ കാണുവാൻ പോവുകയാണ്. ലോകം മുഴുവൻ ഇവരുടെ ഈ ഫോർട്ട് ഇവർ ചെയ്ത ഈ ക്യാമറ വർക്കും ഇവർ അഭിനയിച്ചതും ഇവർ ഇത്രയും പേരെ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിൽ ഇവർക്ക് മനോഹരമായ ഒരു അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു. ഇനി ഇവരുടെ അടുത്ത ഏറ്റവും പെട്ടെന്ന് തന്നെ മനോഹരമായ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ വർക്കുമായി ഇനിയും ഇവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശാന്തി തീരത്തെ മറക്കാതെ തീർച്ചയായും അടുത്ത ഒരു വർക്ക് വളരെ ഒരു വലിയ വിജയമാകുമ്പോൾ അവർ ഇതുപോലെ അവരുടെ സിനിമയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ചിപ്പമായി ഇവിടെ എത്തുമെന്നും അതുപോലെ ഇതിനേക്കാളും നല്ല ഒരു സജ്ജീകരണം ആ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ക്രീനും ശബ്ദവും നമ്മൾ ഒരുക്കി കൊടുക്കാമെന്ന് ഒരു ഉറപ്പും കൊടുത്തുകൊണ്ട് അവർ തീർച്ചയായും ഇവിടെ ഇതിലും വലിയൊരു സിനിമ ചെയ്ത് ഇവിടെ എത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. വിധായകനായിട്ടുള്ള സുരേഷ് ചേട്ടന് 2 വാക്ക് അമ്മമാരോട് പറയാൻ ചിന്തിക്കുന്നു. കുറച്ചു മുൻപ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ കയറിയത് ഒരുപാട് ഓരോന്ന് പറഞ്ഞ് ഒരു അവസരത്തിലേക്ക് പോകുന്നില്ല. ഞാൻ അതിന് എല്ലാവർക്കും നന്ദി. പിന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഞാൻ ആ സിനിമയുടെ അവസാന ഭാഗം എഴുതി ചേർത്തിരുന്നത് ഇങ്ങനെയാണ്: സ്തുതി ഒരു സന്ദേശമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓർത്താൽ നന്ദി. അതാണ് ഞാൻ അവസാനമായി ഈ സിനിമയിൽ. അപ്പോൾ ഇതൊരു സന്ദേശമല്ല, ഈ സിനിമ ഒരു സന്തോഷമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. മൈക്രോ ഫിനാൻസ് എന്ന ഒരു കമ്പനിയോ അത്തരം വായ്പകളോ ഒന്നും എടുക്കരുത്, അത് ഉപയോഗിക്കരുത് എന്നൊന്നും പറയാൻ ഈ സിനിമ തയ്യാറായിട്ടില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ ആദ്യ സമയത്ത് ഞങ്ങൾ ഇതിന് ടീസർ ഇറക്കിയപ്പോൾ ഞങ്ങൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു പഴഞ്ചൊല്ലാണ്, അരി കണ്ടിട്ട് അല്ല നെല്ല് കണ്ടിട്ട് അരി കടം വാങ്ങാവൂ എന്ന്. നമ്മൾ ഒരുപാട് എത്ര വേണമെങ്കിലും മൈക്രോ ഫിനാൻസിൽ നമുക്ക് ലോൺ എടുക്കാം, നമുക്ക് സുഖസുഭിക്ഷമായി ജീവിക്കാം. പക്ഷേ നമുക്ക് അത് അവർ നമ്മളെ ഇങ്ങനെ
നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ, അതുപോലെ ഒരു വീട്ടിൽ ചെന്ന് കയർത്ത് സംസാരിക്കാനും അത് കേൾക്കുന്ന നമുക്ക് ആത്മഹത്യക്ക് നീങ്ങാനുള്ള ഒരു അവസരം സൃഷ്ടിക്കാത്ത രീതിയിൽ ഏത് കടമായാലും, അതിന് മൈക്രോ ഫിനാൻസ് ആയാലും, നമ്മൾ ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്താലും വായ്പ വാങ്ങിയാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 50 രൂപ വാങ്ങിയാൽ 100 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലേ നമുക്ക് 50 രൂപ കടം വാങ്ങാവൂ എന്ന് മാത്രം ഒരു ചെറിയൊരു ഉപദേശം തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മൾ അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് സത്യമാകട്ടെ. അതായത് നമ്മൾ എല്ലാവരും ഇനി ബിഗ് സ്ക്രീനിലെത്തി ഇവിടെ വന്നൊരു ഫുൾ സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ അമ്മമാർക്ക് ഇനിയും ഒരുപാട് സിനിമകൾ നമുക്ക് ചെയ്ത് കാണിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന ആ ഒരു വാക്ക് ദൈവത്തിൻ്റെ അവിടെ എത്തിക്കാണും എന്ന് ആഗ്രഹിക്കുകയും ആ സിനിമ ഉണ്ടാകാനും നമ്മൾ പരിശ്രമിക്കും. നന്ദി എല്ലാ അമ്മമാർക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ചെറിയൊരു കൊച്ചുപടം, എന്നാൽ അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഈ മൈക്രോ ഫിനാൻസ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പറഞ്ഞോളാം സുരേഷ് വേങ്കോട്. അതിനെക്കുറിച്ച്, നമ്മളെ മൂവിയെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാൻ ഉപദേശമാണെങ്കിലും സന്ദേശമാണെങ്കിലും, നമ്മൾ കൊക്കിനൊതുങ്ങുന്നത് കൊത്തി ജീവിക്കുക ഈ കാലം. അല്ലാതെ നമ്മൾ ആർഭാടമോ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അതുപോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. അത് തന്നെയാണ് കുറച്ചൊക്കെ എൻ്റെ എന്ന് വെച്ചാൽ, ഞാൻ അഹങ്കാരിയായിട്ടല്ല, നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചിന്തിച്ചതുകൊണ്ടാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന സിനിമ ഇത്രത്തോളം വിജയിച്ചതും. ആ വിജയത്തിന്റെ ഉള്ളില് ആ സന്ദേശം, അതും ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ആ സന്ദേശം മനസ്സിലാക്കി ജീവിക്കുക, സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അപ്പോ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലോട്ട് നടന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചേട്ടൻ. ഓക്കെ, അതില് ഭാഗമായി എനിക്കും പറ്റി. മൂവീസ് എന്തായാലും നിങ്ങളിലും എത്തും, ആ വീഡിയോസ് നിങ്ങളിലും എത്തും, ആ ചെറിയ സിനിമ നിങ്ങളിലെത്തും.